അടുക്കടുക്കായിട്ട് നമുക്ക് തിക്കായിട്ട് പൂക്കൾ വരാൻ ആന്തൂറിയൻ ചെടിയിൽ കേട്ടോ നിറയെ ഒരുപാട് പൂക്കളുണ്ടോ അടി മുതൽ മുകൾ വരെ വന്നിട്ടുണ്ട്. ഈ ഒരു വെറൈറ്റി ആയിക്കോട്ടെ, ഇതിൽ നമുക്ക് നിറയെ 10-12ഓളം പൂക്കളും മുട്ടുകളും അടിയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നിൽക്കാതെ നമുക്ക് എന്നും പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ടും ഇതേപോലെ തൈകൾ പെട്ടെന്ന് നട്ട് വളർത്തിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ വലിയ പ്ലാന്റിൽ നിന്ന് എങ്ങനെയാണ് തൈകൾ എടുക്കുന്നതെന്നുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതേപോലെ തൈകൾ നമുക്ക് നല്ല ഹെൽത്തും ഫാസ്റ്റ് ഗ്രോത്തിങ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. പ്രത്യേക രീതിയിലുള്ള വളരീതിയാണ് നമ്മൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്ലാന്റ് നടുന്ന പോട്ട് മിക്സ് ആണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ ഒരു പോട്ട് മിക്സ് ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു വളക്കൂടി ശ്രദ്ധിക്കാമെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാന്റിൽ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നട്ട് വളർത്തുന്ന തൈകളായിക്കോട്ടെ, നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന ആന്തൂറിയം പ്ലാന്റുകളായിക്കോട്ടെ, ഇതിലൊക്കെ നമുക്ക് തിങ്ങി നിറഞ്ഞ് പൂക്കൾ കൊണ്ടുവരാനുള്ള ടിപ്സ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, പോട്ടിന് വലിയ ഹോളുകൾ, ഡ്രെയിനേജ് വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകാനായിട്ടുള്ള, കെട്ടിക്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഹോളുകൾ ഇടുക. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, പോട്ട് മിക്സ് ഫില്ല് ചെയ്യുന്നതിൻ്റെ മുമ്പ് കുറച്ച് കല്ലോ അല്ലെങ്കിൽ ഓടിൻ്റെ പീസോ കട്ട പീസോ ഇതിൻ്റെ ആ ഒരു ഹോൾ വരുന്ന ഭാഗത്തൊന്ന് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് പെട്ടെന്ന് അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പോട്ട് മിക്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കട്ട അല്ലെങ്കിൽ ചരൽ മണ്ണുകളൊക്കെയുള്ള കല്ലുകളൊക്കെയുള്ള പോട്ട് മിക്സ് മണ്ണ് പകുതി ഭാഗത്തേക്ക്. അപ്പോൾ അതേപോലെ വലിയ കട്ടകളുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചു കൊടുക്കുക. പിന്നെ ചെറിയ കട്ടകൾ പൊടിച്ചു കൊടുക്കരുത്. പൊടിയായിട്ടുള്ള ഒരു പകുതി മണ്ണും കട്ടകളായിട്ടുള്ള ഭാഗങ്ങളുള്ള പകുതി മണ്ണ് അല്ലെങ്കിൽ ചരൽ പകുതി എടുക്കുക. അങ്ങനെ പകുതി ഭാഗത്തേക്ക് മണ്ണും ചരലും എടുക്കുക. ബാക്കി കാൽ ഭാഗത്തേക്ക് നമുക്ക് കരിയില കമ്പോസ്റ്റും അതേപോലെ തന്നെ ചാണകപ്പൊടിയും എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് പകുതി ഭാഗത്തേക്ക് വേണ്ടത് വേറെ ഒരു കിടിലൻ ടിപ്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചാണകപ്പൊടിയും ചകിരിച്ചോറും അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കരിയില കമ്പോസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ച് ചകിരിച്ചോറും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പിന്നെ ആവശ്യമായിട്ടുള്ളതാണ് ഈ ഒരു തേങ്ങ പൊളിച്ചതിൻ്റെ തൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇതുണ്ടാവുമല്ലോ, അത് വളരെ നൈസായിട്ട് നമ്മൾ ഒരുപാട് വലിയ പീസുകളല്ല, വളരെ കനം കുറഞ്ഞ രീതിയിൽ ചെറിയ നീളത്തിൽ അരിഞ്ഞെടുത്ത് നമുക്ക് ഇതേപോലെ കുത്തി നുറുക്കി നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കാൽ ഭാഗത്തേക്ക് ബാക്കി അങ്ങനെ നമ്മളൊരു പോട്ട് മിക്സ് നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കാം അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിലേക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് നട്ട് കൊടുക്കേണ്ടത്. നന്നായിട്ട് നമുക്ക് വായുസഞ്ചാരം എത്രത്തോളം പോട്ട് മിക്സിലേക്ക് കൂട്ടിയെടുക്കാൻ പറ്റുമോ, ഇതിലേക്ക് ഈ ഒരു പ്ലാന്റിന് കിട്ടുന്നുണ്ടോ അതിനനുസരിച്ചിട്ടാണ് പൂക്കളും ഫാസ്റ്റ് ഗ്രോത്തിങ്ങും തൈ നിറച്ചും നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഈ ഒരു പോട്ടിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ ഇപ്പോൾ അതിന് ചെറിയ വേരുകൾ വരുന്നുണ്ടെങ്കിൽ അത് മൂടാൻ പാകത്തിന് വേണം നമ്മൾ നട്ട് കൊടുക്കാൻ. അപ്പോൾ പോട്ട് മിക്സ് കുറച്ച് കൂടുതലായതുകൊണ്ട് സൈഡ് വശങ്ങളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ചെറിയ പോട്ടിലിരിക്കുന്ന തൈ നമുക്ക് വലിയൊരു പോട്ടിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ നമുക്ക് മെല്ലെ ഈ ഒരു പഴയ ഈ ഒരു ചട്ടി അതിന്ന് പ്ലാന്റിനെ അതേപോലെ തന്നെ ചട്ടിയും വേറെയാക്കി എടുക്കാം. കണ്ടോ, നമ്മൾ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വേരുകളൊക്കെ അഴുകിപ്പോവും. അപ്പോൾ നമ്മൾ മിതമായ രീതിയിൽ മാത്രമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഈ വേരൊന്നും ഇത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് വേര് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യസമയത്ത് തന്നെ നമുക്ക് ഈ ഒരു പോട്ട് ഒന്ന് നമ്മൾ റീപോട്ട് കൂടി ചെയ്ത് കൊടുക്കണം. വേരുകൾ നന്നായിട്ട് അടുത്ത പുതിയ പോട്ട് മിക്സിലേക്ക് നന്നായിട്ട് ആഴ്ന്നിറങ്ങി വന്നെങ്കിലാണ് പിന്നെയും കൂടുതൽ പൂക്കൾ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഇവിടെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സൈഡ് ഭാഗങ്ങളിലായിട്ട് നമ്മൾ ചകിരിക്കൊത്ത് അതേപോലെ തന്നെ നമ്മൾ കുറച്ച് വേപ്പും പിണ്ണാക്ക് എല്ലുപൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പോട്ട് മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പോട്ട് മിക്സിൻ്റെ പ്രത്യേകത ഇതിൽ നല്ല വായുസഞ്ചാരം കിട്ടുന്നുള്ളതാണ്. മണ്ണ് തിങ്ങി അടുങ്ങിപ്പോയാൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് റീസെറ്റായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് പൂക്കൾ തരില്ല. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് നമുക്ക് പൂക്കൾ കിട്ടണമെങ്കിലാണ് ഈ മുന്നേ പറഞ്ഞ പോലെ ചരൽ അതേപോലെ തന്നെ പിന്നെ കുറച്ച് ഈർച്ചപ്പൊടി ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് കൂടിപ്പോയാൽ പ്ലാന്റ് അഴുകിപ്പോകും. അപ്പോൾ ഒരു 2 നുള്ളി ഈർച്ചപ്പൊടി ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് നെല്ലൊക്കെ ഇത് മില്ലിൽ നിന്ന് കിട്ടുന്ന അതിൻ്റെ ഒരു തൊണ്ടുണ്ടാവുമല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലൊരു പോട്ട് മിക്സ് ഉണ്ടാക്കാം. ഈ ചകിരി കൊത്തില്ലാത്തവർക്ക് കരിയില നന്നായിട്ട് ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ട് ഇട്ട് കൊടുക്കാം ഈ ഒരു ചകിരി കൊത്തിന് പകരം. ഇല്ലെങ്കിൽ ഉമി ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മണ്ണൊക്കെ ഇട്ട് നന്നായിട്ട് നമുക്ക് നല്ലൊരു പോട്ട് മിക്സ് ഉണ്ടാക്കിയെടുക്കുക, ഫില്ല് ചെയ്തെടുക്കുക. അതിലേക്ക് നമുക്ക് പ്രത്യേകം തയ്യാറാക്കുന്ന വളങ്ങൾ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പോട്ട് മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് മെല്ലെ ഒരു കോലൊക്കെ വെച്ച് തട്ടി കൊടുത്താൽ തന്നെ അറിയാൻ പറ്റും
നന്നായിട്ട് വായുസഞ്ചാരമുണ്ട്. കാരണം ഇത് അടുക്കടുക്കായിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് സുഷിരങ്ങൾ ഈ ഒരു പോട്ടിൻ്റെ അടി വരെ ഉണ്ട്. അപ്പോൾ വായുസഞ്ചാരം കൂടും, നന്നായിട്ട് ഈ ഒരു പ്ലാന്റിൻ്റെ വേര് ഗ്രോത്ത് വരും. അതിനനുസരിച്ച് പൂക്കൾ നമുക്ക് തിങ്ങി നിറഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളം ഒഴിച്ചു കൊടുക്കുന്നതാണ്. വളം നമുക്ക് പ്രത്യേക രീതിയിൽ നമുക്ക് വേര് അഴുകി പോവാതിരിക്കുന്ന വളമുണ്ട്. അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തയ്യാറാക്കുന്നുണ്ട്. അതിൻ്റെ മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇതേപോലെ തുമ്പ് കരിഞ്ഞതും അതേപോലെ തന്നെ പഴുക്കാറായ ഇലകൾ, നല്ല മൂത്ത അടിഭാഗത്ത് നിൽക്കുന്ന മുരടിച്ച് നിൽക്കുന്ന ഇലകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ചെടിക്ക് ഒരു ഭാരമായിട്ട് മാറുകയാണ്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു എനർജി നമുക്ക് പൂക്കളിലേക്കും പുതിയ തൈകളിലേക്കും അതേപോലെ തന്നെ പുതിയ ഇലകളിലേക്കും നാമ്പുകളിലേക്കും കിട്ടും. അപ്പോൾ ഈ ഒരു പഴയ ഇലകൾ അധികം അതിൽ നിർത്താതെ നമുക്ക് ഇതേപോലെ കുറച്ചിങ്ങനെ ഇതേപോലെ ഒരു ചുമന്ന കുത്തുകൾ അല്ലെങ്കിൽ തുമ്പ് ഭാഗമൊക്കെ വാടിക്കരിഞ്ഞിരിക്കുന്നതൊക്കെ ഒരു ഉഷാറ് കുറവുള്ള ഇലകളുണ്ടാവും. അതൊക്കെ നമുക്ക് വയസ്സായ ഇലകൾ, പ്രായമായ ഇലകളൊക്കെ നമുക്ക് വെട്ടി മാറ്റി ഒരുക്കി കൊടുത്താൽ ഈ ഒരു പ്ലാന്റിലേക്ക് നല്ല വായുസഞ്ചാരം കിട്ടും. അതോടൊപ്പം തന്നെ കീടങ്ങളുടെ ആക്രമണം നന്നായിട്ട് കുറയുകയും ചെയ്യും. ഒരുപാട് ഇങ്ങനെ കൂടി നിൽക്കുന്ന ഇലകളാകുമ്പോഴാണ് കീടങ്ങളുടെ ആക്രമണം കൂടുന്നത്. അപ്പോൾ നമ്മളിവിടെ പുളിപ്പിച്ചെടുത്ത ചാണകമാണ്. 1 ലിറ്റർ കഞ്ഞിവെള്ളവും അതേപോലെ തന്നെ 2 ലിറ്റർ വെള്ളത്തിൽ 1/2 കപ്പ് ചാണകം എന്നുള്ള രീതിയിൽ നമ്മളിവിടെ നന്നായിട്ട് പുളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തിട്ട് ഒരു 4-5 ദിവസം അല്ലെങ്കിൽ 5-8 ദിവസം വെച്ച് പുളിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് പച്ചയില കൊത്തുകളൊക്കെ നമുക്ക് ഇട്ട് നമുക്ക് നന്നായിട്ട് പുളിപ്പിച്ചെടുക്കാം. അതിനനുസരിച്ച് റിസൾട്ട് നമുക്ക് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു 8 ദിവസം 10 ദിവസമൊക്കെ കൂടുമ്പോൾ നമുക്ക് ഈ ഒരു വളരീതി കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാമെങ്കിലും നല്ല റിസൾട്ടാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് രാവിലത്തെ ഒരു 10 മണി അല്ലെങ്കിൽ ഒരു 9 മണി വരെ ഡയറക്റ്റ് സൺലൈറ്റ് തട്ടുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം ഒരു 4 മണി 5 മണിക്ക് ശേഷം നന്നായിട്ട് വെയിൽ കൊള്ളുന്നൊരു സ്ഥലത്തൊക്കെ ഒരു പ്ലാന്റിനെ വെക്കാമെങ്കിലും നമുക്ക് റിസൾട്ട് നല്ല കിട്ടും. അതോടൊപ്പം തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് അല്ലാതെ നമുക്ക് ഇൻഡയറക്റ്റ് സൺലൈറ്റ് തട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം ഈ ഒരു പ്ലാന്റിനെ ബാക്കി വരുന്ന സമയത്ത് നമ്മൾ വെക്കാനായിട്ട്. അപ്പോൾ അതേപോലെ വെളിച്ചം കിട്ടുന്നതും കുറച്ച് സമയമൊക്കെ വെയിലും തട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ നല്ല റിസൾട്ടായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു കറ്റാർ വാഴയുടെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയതാണ്. കറ്റാർ വാഴയുടെ ഇല നമുക്ക് ഒരു 2-3 ചെറുതാക്കി ഇതേപോലെ പൊട്ടിച്ച് ചാണകവെള്ളത്തിലിട്ട് വയ്ക്കുക. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊരു 10 ദിവസം കഴിയുമ്പോൾ അത് അഴുകി കിട്ടും. അപ്പോൾ ഇതൊന്നും ഒരു കപ്പ്, നമുക്കൊരു കപ്പ് ചാണകം 5 ലിറ്റർ വെള്ളത്തിൽ കലക്കി വെക്കുന്നു. അതിലേക്കാണ് നമ്മൾ ഈ ഒരു കറ്റാർ വാഴയുടെ ഇല നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അത് നന്നായിട്ട് അഴുകി കിട്ടും. ഇത് നമുക്കൊരു കപ്പ് എടുത്ത് ഒരു 3 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് നേർപ്പിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ചെയ്താലും വേറെ അഴുകി പോകുന്ന പ്രശ്നങ്ങൾ ഒക്കെ മാറി നന്നായിട്ട് ഈ പ്ലാന്റ് വളർന്നു വരും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ മഴ ഡയറക്റ്റായിട്ട് കൊള്ളുന്ന ഒരു സ്ഥലത്ത്, മഴക്കാലത്ത് ഡയറക്റ്റായിട്ട് മഴ എപ്പോഴും കൊള്ളുന്ന ഒരു സ്ഥലത്ത് ഈ ഒരു ചെടി വെച്ചാൽ തീർച്ചയായിട്ടും പ്ലാന്റ് അഴുകി പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്, പൂക്കൾ കുറയാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ മുന്നേ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു. അതേപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന പോയിന്റുകൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ആയിട്ട് എഴുതി അറിയിക്കാം. നല്ല വീഡിയോ, നല്ല കണ്ടൻറ്റായിട്ട് അടുത്ത വീഡിയോ.